പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ശബരിമല സോപാനത്തിൽ നിന്നും അതോടൊപ്പം തന്നെ പമ്പ ഒപ്പം വലിയ നടപ്പന്തൽ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അയ്യപ്പ ഭക്തന്മാർ തമ്പടിച്ചിരിക്കുകയാണ് മകരജ്യോതിയും മകരവിളക്കും കാണുന്നതിനായി. ശബരിമല സന്നിധാനമാകെ ഇപ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന ദിവ്യമന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമായിരിക്കുന്നു. എവിടെയും പർണശാലകൾ തീർത്ത് അവിടെ ഭജന പാടിയും മറ്റും അയ്യപ്പ ഭക്തർ മകരവിളക്കിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. സോപാനത്തും അതോടൊപ്പം തന്നെ 18-ാം പടിക്ക് സമീപത്തുമെല്ലാം ഭക്തരുടെ വലിയ പ്രവാഹം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശബരിമല സന്നിധാനം ലക്ഷ്യമിട്ടുകൊണ്ട് തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ ശരംകുത്തിയിലേക്ക് എത്തുന്നു. തിരുവാഭരണ പേടകങ്ങളെ സ്വീകരിക്കുവാനുള്ള സംഘം ശബരിമലയിൽ നിന്നും ശരംകുത്തിയിലേക്ക് യാത്ര തിരിച്ചതിൻ്റെ ദൃശ്യങ്ങളും നമ്മൾ അല്പസമയം മുൻപ് കണ്ടതാണ്. ഇവിടെ പ്രതിവാൽ അല്പസമയം മുൻപ് സൂചിപ്പിച്ചത് ഇന്ന് മുതൽ ആരംഭിക്കുന്ന മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലേക്കാണ്. എന്നാൽ 3 ദിവസങ്ങളായി വളരെ വിശേഷപ്പെട്ട ചടങ്ങുകൾ ശബരിമലയുമായി അഭേദ്യമായ ബന്ധമുള്ള പല സ്ഥലങ്ങളിലായി നടക്കുന്നു എന്ന കാര്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ഓർത്തെടുക്കേണ്ടതുണ്ട്. അതിലൊന്ന് എരുമേലി പേട്ടയുമായി ബന്ധപ്പെട്ടതാണ്. ജനുവരി മാസം 11-ാം തീയതി മലയാള മാസം ധനുമാസം 27-നായിരുന്നു എരുമേലിപ്പേട്ട. ആദ്യം അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടയാണ്. അമ്പലപ്പുഴ സംഘമെന്ന് പറയുമ്പോൾ അയ്യപ്പൻ്റെ മാതൃകുടുംബത്തിൻ്റെ അവകാശമുള്ളവരാണ്. വൈകുന്നേരം ആലങ്ങാട് സംഘത്തിൻ്റെ പേട്ടയുണ്ട്. മഹാദേവൻ്റെ പ്രതീകമായി, അതായത് അയ്യപ്പൻ്റെ അച്ഛൻ്റെ പ്രതീകമായി ഉള്ള ആലങ്ങാട് സംഘത്തിൻ്റെ പേട്ട വൈകുന്നേരം നടക്കുന്നു. ഉച്ചയ്ക്ക് അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടകെട്ട് ആരംഭിക്കുന്നത് തന്നെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ശ്രീകൃഷ്ണ പരന്തനെ സാക്ഷ്യം നിർത്തിയാണ്. നമുക്കറിയാം, അമ്പലപ്പുഴ ശ്രീകൃഷ്ണൻ ഉഷപൂജയ്ക്ക് ശേഷം, ആ ക്ഷേത്രത്തിലെ ഉഷപൂജയ്ക്ക് ശേഷമാണ് അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടകെട്ട് ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ഉഷപൂജയ്ക്ക് ശേഷം അമ്പലപ്പുഴ ശ്രീകൃഷ്ണൻ അവിടെ സാന്നിധ്യമായി ഗരുഡവാഹനായി എത്തുന്നു എന്ന സങ്കല്പത്തിലാണ് പേട്ട കെട്ടുന്ന സംഘം. ശ്രീകൃഷ്ണ പരന്തിനെ കണ്ടതിന് ശേഷമേ എരുമേലിയിലെ കൊച്ചമ്പലത്തിൽ നിന്നും പേട്ടകെട്ടൽ ആരംഭിക്കുകയുള്ളൂ. അതിനുശേഷം പിന്നീട് ആലങ്ങാട്ട് സംഘത്തിൻ്റെ പേട്ട ആരംഭിക്കുന്നത് വൈകുന്നേരം ആകാശത്ത് വെള്ളി നക്ഷത്രം കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ വളരെ വിപുലമായ ചടങ്ങുകൾ 11, 12, 13, അതായത് കഴിഞ്ഞ 3 ദിവസങ്ങളായി പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ എരുമേലിയും ഉൾപ്പെടുന്ന ശബരിമലയുമായി അഭേദ്യമായ ബന്ധമുള്ള സ്ഥലങ്ങളിൽ പുരോഗമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നിപ്പോൾ ശബരിമലയിൽ നടക്കുന്ന മകരവിളക്ക് മഹോത്സവവും മകരദീപം തെളിഞ്ഞതിന് ശേഷം നടക്കാൻ പോകുന്ന എഴുന്നള്ളത്തുൾപ്പെടെയുള്ള ചടങ്ങുകൾ. കഴിഞ്ഞ കുറച്ച് ദിവസമായി തുടർന്നു വരുന്ന ആചരണങ്ങളുടെ അല്ലെങ്കിൽ ആചാരങ്ങളുടെ തുടർച്ച എന്ന നിലയിൽ വേണം ഇതിനെ നോക്കിക്കാണാൻ. ഇപ്പോൾ ശരംകുത്തിയിൽ എത്തിയിരിക്കുകയാണ് അയ്യപ്പ സേവാ സംഘത്തിൻ്റെയും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെയും പോലീസിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ. നേരത്തെ ഈ സംഘം ശബരിമല സന്നിധാനത്ത് നിന്നും ശരംകുത്തിയിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അവർ ശരംകുത്തിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ശബരിപീഠത്തിൽ നിന്നും മരക്കൂട്ടം വഴി ഇപ്പോൾ തിരുവാഭരണ പേടകങ്ങൾ ശരംകുത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ, ഇപ്പോൾ സമയം ഏതാണ്ട് 5:30, 5:30 കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അധികം വൈകാതെ തന്നെ തിരുവാഭരണ പേടകങ്ങൾ ശരംകുത്തിയിലേക്ക് എത്തും. അവിടെ സ്വീകരണത്തിനായുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ആ സ്വീകരണ ചടങ്ങുകൾ അവിടെ പൂർത്തീകരിച്ചാൽ പിന്നീട് വളരെ പെട്ടെന്ന് ഈ 3 പേടകങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ശബരിമല സന്നിധാനത്തേക്ക് എത്തുകയാണ്. വലിയ നടപ്പന്തലിൽ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ ഈ തിരുവാഭരണ പേടകങ്ങൾ ഒന്ന് കാണുവാൻ പറ്റുമെങ്കിൽ അതിലൊന്ന് തൊട്ടുതൊഴുക എന്ന ലക്ഷ്യത്തോടുകൂടി വലിയ നടപ്പന്തലിൻ്റെ ഇരുഭാഗങ്ങളിലായി തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അതിനുശേഷം പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ഈ പേടകങ്ങൾ ആഴി അടങ്ങുന്ന ആ ചെറിയ തിരുമുറ്റത്തേക്കും പിന്നീട് ഒരു പേടകം ശബരിമല സന്നിധാനത്തേക്കും പോകും. മറ്റു 2 പേടകങ്ങൾ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞ് മാളികപ്പുറത്തേക്കും പോകുന്ന കാഴ്ചകൾ അധികം വൈകാതെ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ കാണുന്നത് ഈ തിരുവാഭരണ പേടകത്തെ സ്വീകരിക്കുന്നതിനായിട്ടുള്ള സംഘം ശബരി പീഠത്തിന് സമീപത്തായി ശരംകുത്തിയിലായി എത്തിയിരിക്കുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രതിപാൽ ഇനിയും വളരെ വൈകാതെ തന്നെ ഈ പേടകങ്ങൾ ശബരിമല സന്നിധാനത്തേക്ക് എത്തുകയാണ്. അങ്ങ് പലതവണ ഈ തിരുവാഭരണ പേടകത്തിനൊപ്പം യാത്ര ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിലുള്ള അനുഭവങ്ങൾ നേരത്തെ താങ്കൾ പറഞ്ഞതാണ്. ശബരിമലയിലെ
18-ാം പടിയുടെ പ്രത്യേകത നമുക്കറിയാം. ഇരുമുടിക്കെട്ടും ഏന്തി വരുന്ന ഒരു ഭക്തന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഈ 18 പടികളാണ്. ആ 18 പടികളും തൊട്ട് തൊഴുത് മുകളിലേക്ക് കയറാനാണ് ഓരോ ഭക്തനും ശ്രമിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഐതിഹ്യത്തിലേക്ക് കൂടി ഒന്ന് വളരെ പെട്ടെന്ന് പോയി വരും. വളരെ വിശദമായി പറയാനുള്ള സമയമില്ല എങ്കിലും വളരെ ചുരുക്കി പറഞ്ഞാൽ ഈ 7 കോട്ടകളും താണ്ടി ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ സങ്കല്പം. പെരിയ പാത അല്ലെങ്കിൽ എരുമേലി വഴിയുള്ള കാനനപാത, കരിമലയിലുള്ള പാതയിലൂടെ ഉള്ള 7 കോട്ടകളാണ് താണ്ടി സന്നിധാനത്തെത്തുന്നതിൽ 7ാമത്തെ കോട്ടയായിട്ടാണ് 18-ാം പടിയെ സങ്കല്പിച്ചിട്ടുള്ളത്. ആ 18-ാം പടി കടക്കുമ്പോൾ, ഓരോ കോട്ട കടക്കുമ്പോഴും നമ്മൾ നമ്മുടെ ഓരോ വൈരികളെ അവിടെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് കോട്ടപ്പടി, അതായത് എരുമേലി വാപുരഗോഷ്ടമാണ്. ആ വാപുരഗോഷ്ടത്തിൽ ഉപേക്ഷിക്കുന്നത് നമ്മൾ ശരീരത്തിൽ ചായം വാരിപ്പൂശി നമ്മുടെ പദവികൾ അല്ലെങ്കിൽ സ്ഥാനങ്ങൾ ഒക്കെ മറന്ന്, എല്ലാം മറന്ന് അയ്യപ്പ തിന്തകത്വവും താളത്തിൽ പേട്ടശാസ്താവിൻ്റെ മുന്നിൽ നിന്നും പേട്ട കെട്ടി ചപ്പും പച്ചിലയുമൊക്കെ ഒടിച്ച് ആനന്ദ നൃത്തം ചെയ്താണ് എരുമേലി ഈ ശാസ്താവിൻ്റെ മുന്നിലേക്ക് എത്തുന്നത്. അവിടെ നമ്മൾ ഉപേക്ഷിക്കുന്നത് നമ്മുടെ ഈഗോയാണ്, നമ്മുടെ മനസ്സിലുള്ള അഹങ്കാരമാണ്, ശരീരബോധത്തെയാണ് ഉപേക്ഷിക്കുന്നത്. ഞാനെന്ന ഭാവത്തെ ഉപേക്ഷിച്ചുകൊണ്ടാണ് എല്ലാവരിലെയും ഉള്ളിൻ്റെ ഉള്ളിലെ ഞാൻ, എൻ്റെ ശരീരം, എൻ്റെ തിലകം ചാർത്തി ചീകി മിനുക്കിയ എൻ്റെ മുഖം, ഇതൊക്കെ ആ പച്ചിലയും ചായവും വാരി ആ വികൃതങ്ങളായ വേഷങ്ങൾ ധരിച്ച് ആ പാണ്ടിമേളത്തിനൊത്ത് താളച്ചുവടുകൾ വയ്ക്കുമ്പോൾ എല്ലാം മറന്ന് ഭഗവാനിൽ അർപ്പിക്കുന്ന ആ സമയത്ത് നമ്മൾ ഉപേക്ഷിക്കുന്ന നമ്മുടെ ഈഗോയെയാണ്, നമ്മുടെ ഞാനെന്ന ഭാവത്തെ ഉപേക്ഷിച്ചിട്ട് അടുത്തതായ അത് മൂലാധാരത്തിൻ്റെ സങ്കല്പത്തിലാണ് ആ കോട്ടയെ സങ്കല്പിച്ചിട്ടുള്ളത്. മൂലാധാരത്തിൽ നിന്നും കുണ്ടലിനിയെ ഉണർത്തി എങ്ങനെയാണോ യോഗവിദ്യയിലൂടെ സഹസ്രാരവും ഭേദിച്ച് ബിന്ദുവിലേക്കെത്തുന്ന, നമ്മുടെ ശരീരത്തിനെ ലയിപ്പിക്കുന്ന ആ മോക്ഷപ്രാപ്തി തേടുന്ന വിദ്യ യോഗയിലുള്ളത്, അതുപോലെ തന്നെ ഈ 7 കോട്ടകളും താണ്ടി സ്വാധിഷ്ഠാനമാകുന്ന 2ാമത്തെ കോട്ട കാളകെട്ടിയിലാണ്. അവിടെ നിന്ന് മണിപൂരക ചക്രമാകുന്ന ഇഞ്ചിപ്പാറ കോട്ടയും കടന്ന് അനാഹത ചക്രമാകുന്ന കരിമലക്കോട്ടയും, അവിടെ നിന്ന് വിശുദ്ധി ചക്രമാകുന്ന ശബരിപീഠത്തിലും ശരംകുത്തിയാകുന്ന ആജ്ഞാചക്രം, ആ ശരംകുത്തിയുടെ സ്ഥാനമാണ്, ആജ്ഞാചക്രത്തിലാണ് നാം ശരമുപേക്ഷിക്കുന്നത്. അവിടെ നിന്നും 18-ാം പടിയിൽ ആ സഹസ്രാര പത്മത്തിൻ്റെ ആ സഹസ്രാരവും കടന്നാണ് ഭഗവാനിലേക്ക് ബിന്ദുവിലേക്ക് ലയിക്കുന്നത്. ആ സഹസ്രാരം കടക്കുവാനാണ്, സഹസ്രാരം ഭേദിക്കണമെങ്കിൽ നാം ശരീരത്തിനെയും മനസ്സിനെയും എത്ര കണ്ട് യോഗവിദ്യയിൽ പാകമാക്കേണ്ടതുണ്ടോ അതുപോലെ തന്നെയാണ് വ്രതാനുഷ്ഠാനത്തോടു കൂടി 41 ദിവസത്തെ ഒരു സന്യാസത്തിൻ്റെ മിനിയേച്ചറാണ് ശരിക്കും പറഞ്ഞാൽ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനം. ആ വ്രതാനുഷ്ഠാനത്തിൽ ഗുരുവിനെ കണ്ടെത്തി മാല ധരിച്ച് ഈ നവാക്ഷരി മന്ത്രദീക്ഷ സ്വീകരിക്കുകയാണ്. ആ മന്ത്രോപാസന നടത്തി നാം ഈ മന്ത്രസിദ്ധി വരുത്തിയ ശേഷം ഗ്രാമദേവതയെയും ദേശദേവതയെയും കുലദേവതയെയും ഇഷ്ടദേവതയെയും ഒക്കെ വണങ്ങി പ്രാർത്ഥിച്ച് ഗുരുക്കന്മാർക്കും മാതൃപിതൃതുല്യർക്കും ദക്ഷിണയും ഭക്ഷണവും ഒക്കെ കൊടുത്ത് വളരെ ചിട്ടയായ രീതിയിൽ ദാനവും ദക്ഷിണയും, ദാനം സ്വീകരിക്കാൻ അർഹതപ്പെട്ടവരല്ലാത്തവരെ അയ്യപ്പ ഈ വിശ്വാസി ശബരിമല തീർത്ഥാടനത്തിൽ മാത്രമാണ് ദാനം കൊടുക്കുക എന്ന, എല്ലാം ദാനം ചെയ്യുവാൻ, ശത്രുക്കളെ ഇല്ലായ്മ ചെയ്ത് ശത്രുവിനെ മിത്രങ്ങളാക്കി എല്ലാവരെയും വിളിച്ച് ദക്ഷിണയും ഭക്ഷണവും കൊടുത്ത് തൃപ്തിപ്പെടുത്തി ഋണശേഷവും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്വയം ഈശ്വരനായി തീരാനുള്ള യാത്ര ആരംഭിക്കുന്നത്. ആ യാത്രയുടെ സ്വയം ശരീരത്തിനെയും മനസ്സിനെയും ബുദ്ധിയെയും പാകപ്പെടുത്തുന്ന ആ ചടങ്ങിലേക്ക് ആ സ്വയം പരിവർത്തനം ചെയ്ത് അവസാനമെത്തി ശുദ്ധമായ ശരീരത്തിൽ നിന്ന് ആത്മബോധമാകുന്ന നെയ്യിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി എങ്ങനെയാണോ ഭഗവാനിലേക്ക് ലയിപ്പിക്കുന്നത്, അതുപോലെ ബിന്ദുവിലേക്ക് സഹസ്രാരത്തിൽ നിന്നും സഹസ്രാരവും ഭേദിച്ച് നമ്മുടെ ആത്മാവിനെ പരമാത്മാവിലേക്ക് ലയിപ്പിക്കുന്ന ആ യോഗവിദ്യയുടെ ക്രമാനുഗതമായ ആധ്യാത്മിക തലമാണ്. ശരീരം കൊണ്ട് നാം ഈ 7 കോട്ടകളും കടന്ന് 7 ഇടങ്ങളിലും നാം ഉപേക്ഷിക്കേണ്ടതിനേക്ക് ഉപേക്ഷിച്ച് ധർമ്മ പദ്ധതിയിലേക്ക്, അയ്യപ്പധർമ്മത്തിലേക്ക്, ആ അയ്യപ്പധർമ്മത്തിലെത്തി ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗുരുവിനെ പൂജിക്കുക എന്നുള്ളതും ഗുരുവിന് ദക്ഷിണ നൽകുക എന്നുള്ളതും. ഇതിനകത്തിലെ വേറൊരു ചടങ്ങ് പമ്പാ സദ്യയും പമ്പ വിളക്കും പമ്പാ തർപ്പണവുമൊക്കെയാണ്. ഈ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ഓരോ സ്ഥലങ്ങളിലുമുള്ള ആചരണങ്ങൾ പൂർത്തിയാക്കി തിരികെ നമ്മൾ ഭഗവാനിൽ
ഈശ്വരനിലേക്ക് ലയിപ്പിച്ച ആ നെയ്യുടെ സമ്പാദവും കൊണ്ടാണ് നാം തിരികെ പോകുന്നത്. അതാണ് വിശുദ്ധിയായ ആ നെയ്യാണ് പ്രസാദമായി നാം നമ്മുടെ ബന്ധുജനങ്ങൾക്കും സുഹൃജനങ്ങൾക്കുമൊക്കെ പങ്കുവയ്ക്കുന്നത്. അതാണ് ശബരിമലയിലെ ഏറ്റവും വിശേഷമായ പ്രസാദം. നമ്മുടെ ശരീരബോധമാകുന്ന ആ നാളികേരത്തിനെ അവിടുത്തെ ഹോമകുണ്ഡമാകുന്ന അഗ്നിയിലേക്ക് ലയിപ്പിച്ച് ഭസ്മാന്തം ശരീരബോധത്തിനെ ഭസ്മമാക്കി ആത്മബോധത്തിനെ ഈശ്വര തുല്യമാക്കി ആ പ്രസാദമാണ് നാം ബന്ധുജനങ്ങൾക്കായി പ്രസാദമായി കൊണ്ടുപോകുന്നത്. ആ പ്രസാദം വിതരണം ചെയ്തിട്ട് പിന്നീട് മാലയൂരൽ ചടങ്ങ് നൽകി. എവിടെയാണോ മാലയിട്ടത്, ഏത് ഗുരുഭൂതനിൽ നിന്നാണോ മാല സ്വീകരിച്ചത്, അവിടെ തന്നെ വ്രതം മുറിച്ചിട്ട് പിന്നീട് സ്വാഭാവികമായ ജീവിതത്തിലേക്കുള്ള തിരിച്ചുപോക്കല്ല, പിന്നീട് പക്വതയാർന്ന ഒരു ഉന്നത തലത്തിൽ ചിന്തിക്കുകയും വിശാലമായ കാഴ്ചപ്പാടോടുകൂടി എല്ലാവരിലും ഈശ്വരനെ ദർശിക്കാനുള്ള തലത്തിലേക്ക് ഉയരുകയും ചെയ്യുന്ന തീർത്ഥാടന പദ്ധതിയാണിത്. ഈ തീർത്ഥാടന പദ്ധതിയുടെ സത്ത ഉൾക്കൊണ്ട് ആ സത്ത പകർന്നു കൊടുക്കുവാനും ആ പകർന്നു കൊടുക്കുന്ന ആളുകളെയും ഈ സാധനാ പദ്ധതിയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഗുരുഭൂതന്മാരുടെ സംഘങ്ങളാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. അല്ലാതെ ഒരാൾ ഒരിക്കൽ ആരുടെയോ അടുത്തു നിന്ന് മാലയിട്ട് ഒറ്റയ്ക്ക് വന്ന് പോകുന്നതല്ല. യഥാർത്ഥ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയാണ് ശബരിമലയിലേക്ക് വരേണ്ടത്. അതെല്ലാം ഒരു ഗുരുഭൂതൻ്റെ സാന്നിധ്യത്തിൽ വേണം. ഗുരുഭൂതൻ്റെ നേതൃത്വമുള്ള സംഘങ്ങളാണിത് പൂർത്തിയാക്കേണ്ടത്.